ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് ടു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചേച്ചി എന്താ പപ്പായൊക്കെ നിന്ന് ചെത്തണേന്ന് വിചാരിക്കേണ്ട. നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. അമ്മ നേരത്തെ പോയി കേട്ടോ. അമ്മ ചായക്കൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നൊരു സൺഡേ ആണ്, സൺഡേ വ്ളോഗും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ കാലത്ത് എണീറ്റിട്ട് നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് ഓടി പഞ്ഞ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷാജേട്ടനിന്ന് കച്ചവടത്തിന് പോകേണ്ട കാരണം കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ആദ്യം അങ്ങോട്ട് ഫസ്റ്റിലെ ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പിന്നെ മെല്ലെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ട് ചായയുടെ പരിപാടിക്ക് നിൽക്കാൻ നിന്നപ്പോൾ അമ്മ പിന്നെ ചായ കുടിച്ചിട്ട് പലഹാരം കഴിക്കുന്നില്ല, പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. ഇന്നലെ രാത്രി നിന്ന് തന്നെ എന്തോ അറിയില്ല, അങ്ങനെ ഇങ്ങനെ ഒന്നും നിൽക്കാറില്ല കേട്ടോ. അപ്പം ഇന്നലെ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. സമാധാനം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ പിള്ളേരൊന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പം അമ്മയ്ക്ക് നേരത്തെ കാലത്ത് ഓടിയിട്ട് അതിൽ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത് കേട്ടില്ല കേട്ടോ, പോയി. അപ്പോൾ നമ്മൾ പൈനാപ്പിളും ഈ ഓമക്കായ പറയും, പപ്പായ പറയും, കർമ്മൂത്തിക്കായ അങ്ങനെ എന്തോ അതും പറയും. നമ്മൾ ഓമക്കായ എന്ന് പറയും കേട്ടോ, പപ്പായ എന്നും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഉപ്പിലിട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കത് ഉപ്പും സുറുക്കിയും പിന്നെന്താ പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് റെഡിയാക്കി കൊടുക്കണം. ഇത് തലേ ദിവസം 2 ദിവസം മുന്നേ ഒന്നും ഇടില്ല. അത് ഉത്സവ കച്ചവടത്തിനൊക്കെ അപ്പയ്ക്ക് അപ്പം ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ ചെയ്യുക. എന്താ വെച്ചാൽ അതങ്ങോട്ട് ചിലവാകും എന്തായാലും. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം മുന്നേ കിട്ട കേസാണെങ്കിൽ നമുക്ക് പോകാനും പറ്റിയില്ലെങ്കിൽ ആ സാധനം മൊത്തം പൊട്ടയാവില്ലേ. അതുകൊണ്ട് തന്നെ കേട്ടോ രാവിലെ ഇടണത്. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ അത്യാവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ പിടിക്കും. പക്ഷേ തലേ ദിവസം ഇടായിരുന്നെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരുന്നു. പക്ഷേ അത് രാവിലെ പോയിട്ടാണ് ആളിതൊക്കെ കൊണ്ടുതന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തലേ ദിവസം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഷ്ണങ്ങളാക്കി പാകത്തിനൊക്കെ റെഡിയാക്കിയിട്ട് എനിക്ക് പാത്രത്തിൽ കുപ്പിയിൽ ആക്കി ഒക്കെ സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് പൈനാപ്പിൾ ഞാൻ പറഞ്ഞ ഉപ്പിലിട്ട സംഭവങ്ങൾ നല്ല ഇഷ്ടമാണ്. അതുപോലെ നമുക്ക് ഉണ്ടാക്കാനും ഇഷ്ടമാവുമല്ലോ. നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചായ പരിപാടിയിലേക്ക് വെക്കാം. അപ്പോൾ അത് കുറച്ച് നമ്മൾ ഷോർട്സിലേക്കും കൂടെ എടുത്തിട്ടുണ്ട്. അതാട്ടോ ഇങ്ങനെ. അപ്പോൾ അതിലേക്കുള്ള പച്ചമുളകും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പാകത്തിന് വെള്ളവും സുറുക്കിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് അങ്ങോട്ട് റെഡിയാക്കി വയ്ക്കാം. കണ്ണൻകുട്ടി ഇന്ന് ഷാജൻ്റെ കൂടെ പോകുന്നുണ്ട്. ഞാനും പൂജുട്ടി മാത്രം ഓപ്പന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ കാര്യങ്ങൾ, ഇവർക്ക് പോകാനുള്ള കാര്യങ്ങൾ ചായ കുടിക്കൽ കഴിഞ്ഞാൽ അവർ പോകും കേട്ടോ. പിന്നെ ഉച്ചാകുമ്പോഴത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മെല്ലെ നോക്കിയാൽ മതി. ഇന്നിപ്പോൾ തിരുമ്പലും കാര്യങ്ങളൊക്കെ പൂജുട്ടിയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മെല്ലെ മെല്ലെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കാം. അവരങ്ങോട്ട് പറഞ്ഞാച്ച് കഴിഞ്ഞാൽ വലിയ സമാധാനം, അല്ലെങ്കിൽ ഒരു 100 വിളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഞാൻ തിരിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ സൺഡേ ആയതുകൊണ്ടും ആണ് കാര്യമായിട്ട് ഇവർ പോയിട്ട് ഫുഡിൻ്റെ പരിപാടി ഇവർ പോയിട്ടല്ല കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് നമുക്ക് ഫുഡിൻ്റെ പരിപാടിക്ക് നോക്കാം, ചായ പരിപാടിക്ക് നോക്കാമെന്ന് വിചാരിച്ചത്. എന്താ വെച്ചാൽ പുട്ടല്ലേ, കാര്യമായിട്ട് നമുക്ക് നിന്ന് തിരിയാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ. 2 കുറ്റി പുട്ടായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറി ഉണ്ടാക്കണില്ല, പപ്പടം കാച്ചാൽ പഴമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ടെൻഷൻ ഇങ്ങനെ ആളിയോണ്ടിരിക്കുന്നത്, ഇത് ചെയ്യണമല്ലോ, ഇനി പോകുമ്പോഴേക്ക് റെഡി ആവില്ലേ, അപ്പോൾ അത് ഇനി ചെയ്യണത് ശരിയാവില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു പരിപാടിക്ക് നിൽക്കുക. പിന്നെ എനിക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം കൂടെയാണല്ലോ ഈ ഉപ്പിലിട്ടത്. ഷോർട്സിലേക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഇതിലേക്ക് ഇട്ടു എന്നേ ഉള്ളൂ. ഷോർട്സിലേക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ടതൊക്കെ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതൊക്കെ അവർ ഇനി വണ്ടിയിൽ കയറ്റിക്കോളും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. ഇനി നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലേക്ക് ചായക്ക് കാര്യങ്ങൾ നോക്കാം, ചായ പരിപാടി നോക്കാം. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചു. ഇനി നമുക്ക് പുട്ടും കുറ്റിയൊക്കെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ പുട്ട് അധികം ഉണ്ടാക്കാറില്ല. നമുക്ക് അധികം ഇവിടെ ദോശ, വെള്ളപ്പം അങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. അധികം ദോശയായിരിക്കും. പുട്ടുണ്ടാക്കാറില്ല എന്നല്ല, പുട്ടുണ്ടാക്കും. ചിക്കനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ചിക്കനും പുട്ടും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ചായി നമ്മൾ പുട്ടുണ്ടാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്തൊന്ന് മേലേക്ക് കയറ്റി വെച്ചൊക്കെ എടുത്തൊന്ന് ഇറക്കി കഴുകി വെച്ചിട്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. നാളികേരം ഇന്നലെ അരച്ചല്ല ചിരകി വെച്ചുകൊണ്ട് അത് ചിരകിയതിരിക്കുന്നുണ്ട്. ഇനി ഇവർക്ക് ചായ കൊടുത്തവരെ പറഞ്ഞാൽ കഴിഞ്ഞൊരു സമാധാനം. ഇതിപ്പോൾ കുറച്ച് വിട്ടൊക്കെ ആകുമ്പോഴാട്ടോ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇവിടെ പരിസരത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പൊരിക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കി കുറച്ച് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബജിയും കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുത്തിട്ട് എനിക്കിൻ്റെ അത് ഒരുപാട് ബൾക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. നമ്മുടെ പരിസരത്തൊക്കെ നമ്മൾ അറിയണവരാണ്, നമുക്ക് കച്ചവടം ഉണ്ടാവും. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് അധികം ഉത്സവങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് ആകുമ്പോൾ നമ്മളിവിടുന്ന് ഒക്കെ റെഡിയാക്കി കൊടുക്കണം. പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകാനും കാര്യങ്ങളൊക്കെ വേണ്ടി. അപ്പോൾ അത് രസമാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ ഇങ്ങനെ തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് വലിയ പണിയൊന്നും അല്ലല്ലോ.
പക്ഷെ അവിടെ അടുത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചധികം കൂടെ അപ്പോൾ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഉത്സവ സമയമൊക്കെ ആകുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. മറ്റേത് കർമ്മയിലൊക്കെ ഇപ്പോൾ കച്ചവടവും കാര്യങ്ങളൊക്കെ വലിയ കുറവ് പറഞ്ഞാൽ ഒട്ടുമില്ല. നമുക്ക് പോണത് തന്നെ നഷ്ടത്തിലാകും. പക്ഷേ പോകാണ്ടിരുന്നിട്ട് കാര്യമില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, ഒട്ടുമിക്ക ദിവസങ്ങളിൽ നമുക്ക് നഷ്ടമാവും. അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഉത്സവ സമയം ആകുമ്പോൾ ഒരു സമാധാനമുണ്ട്. മറ്റേത് നമുക്ക് ഈ റെൻറ്റും EMI കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാവും. ഇതാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ചില സമയത്ത് ഇതും കയ്യിൽ നിന്ന് പോകും കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു 2 ഉത്സവത്തിൻ്റെ തലേ ദിവസം പിറ്റേ ദിവസം പോയതിൽ നമുക്ക് പോയത് തന്നെ എന്താ പറയുക, ഒരു ലാഭം ഉണ്ടായില്ല, മൊത്തം നഷ്ടത്തിലായിരുന്നു. അപ്പോൾ അതെല്ലാ ഫീൽഡിലും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. അതൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ തളർന്നിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുക തന്നെ ഉണ്ടാവുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും അത് അതിൻ്റെ വഴിക്ക് നടന്ന് പൊക്കോളും. നമുക്ക് ഇതിൽ ഇറങ്ങിയപ്പോൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഇഷ്ടം. അതേപോലെ തന്നെ ഷാജൻ്റെ ഫീൽഡ് ഇതല്ല, ആൾ ഫർണിച്ചറിൻ്റെ. പക്ഷേ ആൾക്കും താല്പര്യം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഓക്കെയാണ്, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് പിന്നെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നപ്പോൾ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞാൻ പോണ സമയത്ത് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നൊക്കെ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് വെറൈറ്റി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു. ഇപ്പോൾ അവർക്കതൊന്നും അവരുടെ ഫീൽഡ് അതല്ലാത്തതുകൊണ്ടും അവർക്കതൊന്നും മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരാളോട് നമുക്ക് ഒരു ബിരിയാണി വെക്കാൻ അറിയാത്ത ഒരാളോട് നിങ്ങൾ ബിരിയാണി വെക്കി പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. നേരെ മറിച്ച് അവർ ചെയ്യുന്ന പണി നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. അതുപോലെയാണ് നമുക്ക് ഇതുകൊണ്ട് ഇഷ്ടവും താല്പര്യം ചെയ്യാനും അറിയണതുകൊണ്ട് നമ്മളതിൽ ഇറങ്ങി. പിന്നെ നമുക്കൊരു പണിക്കാരൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കൊന്നുമുള്ള കപ്പാസിറ്റിയോ കാര്യങ്ങളോ ഇപ്പം നമുക്കില്ല കേട്ടോ. അതും കൂടെ അവരുടെ കാര്യം കൂടെ നമുക്ക് ഒത്തുപോകില്ല. ഒരു ആളെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവർക്കും കൂടെ കൊടുക്കണമല്ലോ, ഡെയിലി അവർക്ക് അവരുടെ കൂലി കൊടുക്കണ്ടേ. അതിന് പോലും നമുക്ക് ഒക്കാത്ത സമയമായതുകൊണ്ടാണ് നമ്മൾ ഈ കിടന്നിട്ട് പെടാപാട് പെടുന്നത്. കർമ്മയിലൊക്കെ പോണ സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിരുന്നു, ഈ ഒരു യൂട്യൂബ് തുടങ്ങുന്നത് അന്നായിരുന്നെങ്കിൽ ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഒരു 2 കൊല്ലം കഷ്ടപ്പെടൽ ഒരാൾക്കും അറിയില്ല കേട്ടോ. എനിക്ക് അന്നൊക്കെ എൻ്റെ ഏട്ടനും അനിയനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ പൊന്നാനി നമ്മുടെ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് കർമ്മയിലേക്ക്. അപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും, നമ്മളിവിടുന്ന് ഒരു ഉച്ചയ്ക്ക് പുറപ്പെട്ടാൽ തന്നെ അവിടെ എത്തി എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു 6 മണി 5:30 ഒക്കെ ആവും. അത്രയും പാടുണ്ട് ഒരു ഫുഡിൻ്റെ ഫീൽഡ്, ഒരു വണ്ടിയിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ തുടക്ക സമയത്തൊക്കെ എനിക്കങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ തുടങ്ങി ഇങ്ങോട്ട് നമ്മൾ ഈ ആൾക്കാരെയും ക്രൗഡും തിരക്കൊക്കെ ആവും ആ ഒരു സമയത്ത് നമുക്ക് പേടിയാണല്ലോ. ദൈവമേ, ഇവർക്ക് ഫുഡ് കൊടുക്കുക, ഒരാൾ നമ്മളാണ് എല്ലാം ചെയ്യാനുള്ളൂ. ഒരു 3-4-5 ഐറ്റം ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ദൈവം തമ്പുരാന് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റിയിരുന്നു. നമുക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ ഏട്ടനും അനിയനും, ഞാൻ ഏട്ടൻ്റെ താട്ടൻ എന്നാട്ടോ വിളിക്കുക. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ പണി കഴിഞ്ഞിട്ട് ഓടി വരും കേട്ടോ. ഒരു 8 മണി 8:30 ആകുമ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അവരുടെ ഒരു സൗണ്ട് പെട്ടെന്ന് കേൾക്കാം. എന്താ വേണ്ട, എന്താ ഓർഡർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്രയും നേരം ഡൗണായി പേടിച്ച് പറിച്ചിരിക്കുന്ന എനിക്ക് എവിടുന്നോ ഒരു ധൈര്യവും എനർജിയൊക്കെ കൂടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. അപ്പോൾ ഇടം വലം നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ആങ്ങളാരുണ്ട്, വീട്ടിൽ അമ്മ ഉണ്ട്, ഇവിടെ പിള്ളേരുണ്ട്, ഹസ്ബൻഡ്, എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് പ്രതിസന്ധി ആണെങ്കിലും കൂളായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ, സാഹചര്യം വരുമ്പോഴാണ് നമ്മളെ ഒരുപാട് നമ്മൾ മാറുക. ആ ഒരു മാറ്റമാണ് കേട്ടോ എനിക്ക് ഈ ഒരു 2-3 കൊല്ലത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. മറ്റേ ഞാൻ എൻ്റെ താട്ടനെയും ബാബുവിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണ ഒരു കുട്ടിയായിരുന്നു. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ കൂടെ വേണം, അല്ലെങ്കിൽ അവരെന്നെ വിടില്ല ഒറ്റയ്ക്ക് ഒരു കാര്യത്തിനും. അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരില്ലാതെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഒരു 2 കൊല്ലം 3 കൊല്ലമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇല്ലെങ്കിൽ ഇവർ ഇടം വല ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും ഇവിടുന്ന് ആദ്യം വിളിക്കുക അവരെയാണ്. ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരുപാട് മാറി ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും ധൈര്യം എനിക്ക് ഒരു ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു റൂമിൽ നിന്ന് അടുക്കള വരെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയായിരുന്നു. നിങ്ങൾക്ക് പറയുമ്പോൾ അത് എത്ര ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും പേടിയുള്ള ഞാൻ
ഇപ്പം ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യണം നമുക്ക് ആവശ്യമാണെന്ന് അറിയുമ്പോൾ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ധൈര്യവും കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരും. എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എനിക്കൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, അത് ഞാൻ വിചാരിച്ചൊരു എനിക്കൊരു വിഷ്വൽ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിൽ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അങ്ങനെയൊക്കെയായിരുന്നു. അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്താണെന്ന് ചോദിച്ചാലും ഞാൻ ഈ ഫുഡിൻ്റെ ഫീൽഡ് തന്നെ പറയുള്ളൂ. ഞാൻ സ്വപ്നം കണ്ടൊരു സംഭവമുണ്ട്, ആ ഒരു രീതിക്ക് എനിക്കത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റണം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് ബാധ്യതകൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്തായാലും എനിക്കത് ചെയ്യണം എന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും പൂജിറ്റോട് പറയും, എന്താ വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ കുക്കിങ്ങും ഈ ഒരു വെച്ച് വിളമ്പി കൊടുക്കുക എന്ന് പറയണത് അത്രയും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ദൈവം തമ്പുരാൻ സാധിച്ചു തരട്ടെ. നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സംഭവം തുടങ്ങുമ്പോൾ അതിൽ വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നും ആവില്ല കേട്ടോ നമ്മൾ ചെയ്യുക. അല്ല, പരാജയപ്പെടും എന്ന് വിചാരിച്ചിട്ടാവില്ല കേട്ടോ നമ്മൾ ചെയ്യുക. നമ്മൾ വിജയിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആവും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പരാജയപ്പെടും എന്ന് വിചാരിച്ചിട്ട് ചെയ്യണം. പക്ഷെ എനിക്കിതിൽ ഒരുപാട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റും എന്നല്ല. പക്ഷെ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും നമ്മൾ ആദ്യം പരാജയത്തിൻ്റെ കാൽക്കുലേഷൻ ആദ്യം നമുക്ക് വേണം ശരിക്കും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ആരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെയെന്നും ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, ആരൊക്കെ നമ്മളെ പിന്നിൽ കുത്തുന്നു, എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു നമ്മളൊരു കയറ്റമിറക്കം സംഭവമില്ല, ഇറക്കത്തിൽ നമുക്ക് മനസ്സിലാവും. കയറ്റത്തിൽ നമ്മൾ അച്ചീവ് ചെയ്ത് നമ്മൾ ഓക്കെ ആയി ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് പലരും ഉണ്ടാവും. പക്ഷേ ആ ഒരു ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് ജീവിതത്തിൽ പഠിക്കാൻ വേണ്ടി വലിയൊരു പാടായിരുന്നു കേട്ടോ എൻ്റെ ഈ ഒരു 3 കൊല്ലം എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കത് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ വെച്ചാൽ അതിലപ്പുറത്തേക്ക് ഞാൻ എൻ്റെ ഫാമിലി ഫേസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രെങ്ത്ത് ദൈവം തമ്പുരാൻ തന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ ആരോഗ്യം ഉണ്ടാവട്ടെ. എന്താ പറയുക, വയ്യായും കേടും ഹോസ്പിറ്റൽ കേസൊന്നും ഇല്ലെങ്കിൽ തന്നെ വലിയ കാര്യം. കടവും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് അധ്വാനിച്ച് വീട്ടാൻ പറ്റാൻ ദൈവം അതിനൊരു വകുപ്പ് തന്നാൽ മതി, അതിനൊരു എന്താ പറയുക ഭാഗ്യം തന്നാൽ മതി. നമ്മൾ അധ്വാനിക്കാണ്ടിരുന്നിട്ട് എനിക്കിതൊക്കെ കൊണ്ടുതരണം എന്നല്ല പറയുന്നത്, നമ്മൾ കഷ്ടപ്പെടുന്നതിനൊരു ബെനിഫിറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയാം. അതൊക്കെ പറഞ്ഞായപ്പോഴേക്കും ചായ കുടി കഴിഞ്ഞു, ചോറ് ഊറ്റിക്കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല തക്കാളി താളിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പറഞ്ഞിട്ടില്ല, തക്കാളിയാണ് താളിക്കണം. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. കാര്യം പറയണ കൂട്ടത്തിൽ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ തക്കാളി താളിക്കാമെന്ന് വിചാരിച്ചു. ഞാനും പൂജട്ടി മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുക്കറിലാണ് ചോറിട്ടത്. പെട്ടെന്ന് ആവുകയും ചെയ്യും, 2 നേരത്തിന് ധാരാളമാണ്. പിന്നെ കുറേ നേരം ഇനി അടുപ്പ് ഊതാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂന്തൽ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാം. തക്കാളി എനിക്കിങ്ങനെ കുറുന്നനെ വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ചാലിച്ചെടുക്കല്ലേ, അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ നമ്മളിന്ന് കുറച്ച് ചാറിലാണ് ഉണ്ടാക്കണേ. കൂന്തലിലേക്ക് വേണ്ടിയിട്ട് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, സുർക്ക എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് പുരട്ടി വെച്ചു. കുരുമുളക് കുറച്ച് അധികം ഇടും കേട്ടോ ഞാൻ, നല്ല ടേസ്റ്റ് അങ്ങനെ ഫ്രൈ ആയിട്ട് എടുക്കണത്. എനിക്ക് റോസ്റ്റ് ചെയ്യണേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമ്മൾ തക്കാളി താളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ പപ്പടം കാച്ചിയ ചട്ടിയിൽ തന്നെയാണ് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി മൂപ്പിച്ച് തക്കാളി ഇടുക, പച്ചമുളക് കുറച്ച് കാര്യമായിട്ടിടുക, വേപ്പില ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ആ തക്കാളി നല്ല ഉടഞ്ഞ് വേവണ വരെ സിമ്മിലിട്ടിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങോട്ട് ചാലിച്ചെടുക്കല്ലേ, അതുപോലെയാണെങ്കിൽ അധികം ടേസ്റ്റാണ്. എന്നിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ പൊടിയും കൂടെ ഇട്ടാൽ മതി. എന്നാൽ ഒരു ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കറി നല്ല ഇഷ്ടമാണ്. പക്ഷെ നമ്മളിന്ന് കുറച്ച് ചാറിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. 2 നേരം കൂടെ ഉണ്ടായിക്കോട്ടെ, ഇനിയിപ്പോൾ വൈകുന്നേരം ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തക്കാളി കറി ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചതും എല്ലാം വെന്തോട്ടെ. നമുക്കിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്തിട്ടിരിക്കണ കൂന്തൽ അതിലേക്ക് ഇട്ടിട്ട് അടച്ച് വയ്ക്കുക. ഓൾറെഡി ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ ഇങ്ങനെ സിമ്മിൽ കിടന്നിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വേവണം. എന്നിട്ട് ഇങ്ങോട്ട് പറ്റി വരണം. എന്നിട്ട് നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കല്ലേ, ഇങ്ങനെ ഡാർക്കിൽ വരണം, ഇങ്ങനെ വരട്ടിയിട്ട് എടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ കൂന്തൽ, ചെമ്മീൻ, അതുപോലെ സുടുത, ഈ മീനൊക്കെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതിൽ ഈ കൂന്തളും ചെമ്മീനും ഇങ്ങനെ വെക്കുന്നതാണ്. ഇതിൽ ചെറിയുള്ളിയും കൂടെ കൂടുതൽ ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ ചെറിയുള്ളി ഇട്ടിട്ടില്ല. ചെമ്മീനാണെങ്കിൽ ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചതച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുക. എന്നിട്ട് അതങ്ങോട്ട് പരണ്ട് വരുമ്പോൾ അതിൽ ചോറിട്ട് പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കൂന്തൽ കൊണ്ടുവരുമ്പോൾ മിക്കതും ഇങ്ങനെ ഉണ്ടാക്കുക. നമുക്ക് 3 പേർക്കും ഇങ്ങനെയാണ് ഇഷ്ടം. എനിക്കും കണ്ണൻകുട്ടിക്കും പൂജട്ടിക്കും. ഷാജേട്ടൻ പിന്നെ ഈ വക മീനുകളൊന്നും കഴിക്കൂല.
അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. തക്കാളി ഇതാ അങ്ങനെ വെന്തോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ പൊടിയിട്ടെടുക്കുകയാണെങ്കിൽ സൂപ്പറാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു തക്കാളി കറി. തക്കാളി താളിച്ചതെന്നും പറയാം, തക്കാളി കറി എന്നും പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ അത് വേവണ സമയം കൊണ്ട് ഇത് കാര്യം പറച്ചിലാട്ടോ. ഓരോന്ന് പറയാണ്ടാവട്ടോ അതിന്. എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ വരും. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ പ്രശ്നം. ഇപ്പോൾ ഫുഡൊന്നും കഴിക്കണില്ല എന്നുള്ളതാണ് ആദ്യം. ഫുഡ് കഴിക്കണേ ഇല്ല കേട്ടോ ആൾ. അപ്പോൾ ഈ 17 ദിവസം ഗ്യാപ്പ് ഉണ്ട്, സ്കൂൾ ഇല്ല. അപ്പോൾ ഇരുന്ന് കഴിക്കും. ഏത് വെക്കേഷൻ്റെ സമയത്തും ഇതാ പറയുക. സ്കൂൾ പൂട്ടി, അതുകൊണ്ട് ഇനി ഞാൻ ഫുഡ് കഴിക്കുക, ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നൊക്കെ. അവിടെ അപ്പോഴും ഇതൊക്കെ തന്നെയാണ് കഥ. ബേക്കറിയാണ് കൊടുന്ന് വെച്ചിരിക്കുന്നത് വെച്ചാൽ ആൾ അടിപൊളിയായിട്ട് അത് കഴിച്ച് തീർത്ത് തരും. ചോറിനോടാണ് ആൾക്ക് തീരെ പറ്റാത്തത്. ബാക്കിയൊക്കെ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കഴിച്ചോളും. ചോറാ പറ്റാത്ത കേട്ടോ. ചോറിലിപ്പോൾ എന്താ ഇരിക്കണത് തോന്നും, പക്ഷേ ചോറിലൊന്നും ഇരിക്കണില്ല. പക്ഷെ നമ്മുടെ വീട്ടിലിപ്പോൾ 3 നേരം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലാണ്ട് ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് കഴിക്കണ്ടേ. അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് മടിയാണ്. അപ്പോൾ എന്തൊക്കെയോ നാട്ടു വർത്താനം പറഞ്ഞിരുന്ന് ആയപ്പോഴേക്കും തക്കാളി വെന്തു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ചിക്കൻ പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ മതി, അടിപൊളിയാണ്. അപ്പോൾ അത് തിളച്ച് കറി സെറ്റായി. ഇതാവാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. പിന്നെ എപ്പോഴും മുരിങ്ങയില പൊട്ടി. ഞാൻ ആദ്യം ഒന്നും കറി വെക്കാനില്ല എന്നുണ്ടെങ്കിൽ ഓടുക മുരിങ്ങയിലയ്ക്ക് കേട്ടോ. എനിക്ക് അത് ഡെയിലി കൂട്ടിയാലും മടുക്കില്ല. പിന്നെ ഇത് തന്നെയല്ലേ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് തക്കാളി താളിച്ചതാന്നേ ഉള്ളൂ. അങ്ങനെ കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ അമ്മയുടെ കാര്യം പറഞ്ഞോ ഞാൻ അതിൻ്റെ ഇടയിൽ നീ വിട്ടോ ഓർമ്മയില്ല. അമ്മ രാവിലെ ചായ കുടിക്കാണ്ട് ഓടിയിട്ടോ. രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അമ്മ പോയി കഴിഞ്ഞിട്ട് ആണ് ചായ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയത്. പോയി കഴിഞ്ഞിട്ട് നല്ല അമ്മ ചായ കുടിക്കാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട് പോയി. വണ്ടിക്കാരനൊക്കെ വിളിച്ചു, നേരത്തെ പോയി. ഇന്നലെ അമ്മ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല രസമായിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ നിൽക്കുക. അങ്ങനെ കിട്ടിയൊരു ദിവസമായിരുന്നു ഇന്നലെ. വീണ് കിട്ടിയ ദിവസം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഡോക്ടറെ കാണിച്ച് അങ്ങനെ വന്ന് അങ്ങനെ നിന്നു. എന്നിട്ട് പിന്നെ ഇന്നിപ്പോൾ പോയി. ഇന്നിപ്പോൾ പൂജട്ടിയും കൂടെ ഇല്ലെങ്കിൽ എനിക്ക് വലിയ ടെൻഷനായിരുന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. ഇന്നിപ്പോൾ പൂജട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ചായ കുടിക്കാൻ മിക്കതും നിൽക്കില്ല. ആൾ രാവിലെ വിടും. ഞാനിപ്പോൾ പോട്ടെ, ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ നേരം വൈകുമെന്ന് പറയും. ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് പോവാമ്മ എന്ന് പറഞ്ഞാലും കേൾക്കില്ല. അതവിടെ അവിടുത്തെ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, നമ്മളതും മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം തന്നെ കിട്ടിയത് വലിയ കാര്യം. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കറിയായി. ഇതാ കൂന്തൽ അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്തോ ടേസ്റ്റാണെന്നറിയോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടമാവില്ലേ എന്നറിയില്ല, പക്ഷേ കുരുമുളകിൻ്റെ എരിവ് കൂടുതൽ നിൽക്കണം. സ്പൈസി ആയിട്ട് ഇഷ്ടമാവുന്ന ആൾക്കാർക്ക് നല്ലോണം ഇഷ്ടമാവും. അതൊക്കെ കഴിഞ്ഞായപ്പോൾ ഞാനും പൂജട്ടിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നമുക്കിനിപ്പോൾ ഇന്ന് ആരും കാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതാ പൂജട്ടിക്ക് വിളമ്പണ ചോറാട്ടോ. അപ്പോൾ ഇത് ചോറ് കഴിക്കണം, ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് ആ ചിരിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ പിന്നെയും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇതിങ്ങനൊന്നും ഫുഡ് ഒരൊറ്റ കോരിയിൽ കൂടുതലുണ്ടെങ്കിൽ അവളത് അങ്ങോട്ട് തന്നെ തട്ടണതാണ്. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലിട്ടതാണ്. അല്ലെങ്കിൽ ഒന്നും ആ ഫുഡൊന്നും കഴിക്കൊന്നുമില്ല കേട്ടോ അത്രയൊന്നും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോറൊക്കെ എടുത്ത് നമ്മുടെ കൂന്തൽ ഫ്രൈ കൊടുത്ത് തക്കാളിയും കറിയും കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഫുഡ് കഴിക്കാൻ ഇരുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്ക് നമുക്കിവിടെ കറണ്ട് 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കറണ്ടില്ല വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് മാറ്റി കുത്തുക, മാറ്റി നടുകയാണ്. അപ്പുറത്തേക്ക് കുത്തല്ലേ, മാറ്റി വയ്ക്കുക. കുത്തും നടുവല്ല, മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് 2 ദിവസം കറണ്ടില്ല, ചാർജ് ഇല്ല ഫോണിൽ. ആകെക്കൂടെ ഇന്നലെയൊക്കെ നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പെട്ട പാട്. ഞാൻ റോഡിലായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം മൊത്തം എടുക്കാൻ പറ്റിയില്ല എന്നാണ് പറയണത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ രണ്ടാളും കിടന്നിട്ട് കറണ്ട് വന്നു ചേച്ചിയെന്ന് പണിക്കാർ വിളിച്ച് പറഞ്ഞപ്പോൾ, അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വേഗം മോട്ടർ ഇടാൻ വേണ്ടി ഓടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മൾ അന്ന് കുമ്പളങ്ങ പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അവിടെ 2-3 ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടയാവും. ഇനിയും കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആ കിടക്കണ ഭാഗത്ത് ഇങ്ങനെ ചീത്തയായി പോവും. അപ്പോൾ ഞാനതെടുത്തു. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ ചൂണ്ടാൻ പാടില്ല എന്ന് പറയണേക്കാം ചെറുതിൽ അമ്മമ്മയൊക്കെ അച്ഛനൊക്കെ. നമ്മളിങ്ങനെ ഉണ്ടാവുന്ന സാധനങ്ങൾ ഇങ്ങനെ ചൂണ്ടിതാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ചൂണ്ടാനും പേടിയുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഒരു കുഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റതാ. കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ നിലത്തൊക്കെ കിടന്നിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. വേറെ പണിയൊന്നും ഇപ്പോൾ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ പൈപ്പ് കംപ്ലൈൻ്റ് ആട്ടോ, അവിടെ നമ്മൾ ഈ ഭാഗത്തുള്ള. അപ്പോൾ നമ്മുടെ എന്താ ഓസൊക്കെ അവിടെ നിന്ന് മടക്കി ഞാൻ ഇപ്പുറം ഭാഗത്ത് കൊടുന്ന് വെച്ചിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് 2 ദിവസമായിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും കിട്ടിയിട്ടില്ല. നല്ല വെയിലാണ് ഈ ഭാഗത്ത്. അപ്പോൾ ഞാനവിടെ തുളസി നട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി എന്ത് കരിഞ്ഞു പോയാലും എനിക്ക് ഈ തുളസി ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ തുളസിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ എന്താക്കാൻ ഈ മുറ്റം കൂടെ അടിച്ചോരി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വെള്ളം മുറ്റത്ത് ഇങ്ങനെ പൊടി പാറണ്ട വിചാരിച്ചിട്ട് ആ വെള്ളം കൂടെ തളിച്ച് മുറ്റടിച്ചവരാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ
അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ നമ്മൾ പുറത്ത് പോണ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മൾ ഈ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് അറിയാം കണ്ടൻറ്റ് നമുക്ക് ചെയ്യണം എന്നൊക്കെ കേട്ടോ. പക്ഷെ ഇപ്പോൾ നമുക്കതിന് പറ്റിയൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പോവാം. ഇനിയിപ്പോൾ ഉത്സവവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇതന്നെ ചടപ്പാണ് കാണിച്ച് തന്നെ നമുക്കിപ്പോൾ ഒരു ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ തന്നെയല്ലേ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞ പോലെ Q&A ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം കേട്ടോ കമ്മ്യൂണിറ്റിയിൽ. അതുപോലെ ലൈവ് എനിക്ക് പേടിയായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈവ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പെൻഡിങ്ങിലാണ്, ചെയ്യണമെന്നുണ്ട്. അതുപോലെ നമ്മളെ ചലഞ്ച് ചെയ്യണം, കണ്ണുകുട്ടിക്കുള്ള സമയത്ത് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ആക്കും. പക്ഷെ അതൊക്കെ ഇട്ട് നിലയിൽ പൊട്ടുക. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ലീവുള്ള ദിവസങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.